അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പീച്ചിനെയാണ്. പീച്ചിനെ ബെസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീട് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാത്തിനും നിന്നോടാണ് താങ്ക്സ് പറയേണ്ടത്. നീ എന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമല്ല, നീ നല്ലൊരു ഷെഫും കൂടിയാണ്. പ്രേതങ്ങൾക്ക് പോലും നിന്റെ ഫുഡ് എന്ത് ഇഷ്ടമാണെന്ന് കണ്ടില്ലേ. എന്തായാലും നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി നീ എത്രയും പെട്ടെന്ന് നീ ആഗ്രഹിക്കുന്ന കണക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പ്രത്യേകം ബെസ്റ്റ് പീച്ചിന് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഈ മെസ്സേജ് ഒക്കെ കണ്ട് പീച്ച് ആകട്ടെ നൈസായിട്ട് ശരി ഉറങ്ങാന്ന് കരുതി തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്റെ അടുത്തൊരു രൂപം നോക്കും. അത് ഹോമാണ്. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഇവിടെ ഹോമിനെ കണ്ട പീച്ച് അലറി വിളിക്കുന്നുണ്ട്. നീ എപ്പോഴും ഇവിടെ കയറി വന്നേന്ന് പീച്ച് ചോദിക്കുമ്പോ, നീ കഥകിന് കുറ്റിയിട്ടിട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്ക് വേണേലും കയറി വരാൻ പറ്റുമല്ലോ എന്ന് ഹോമ് മറുപടിയും പറയുന്നു. ഞാനേ കഥകിന് കുറ്റിയിടാതിരുന്നതല്ല, നീ അന്ന് വന്ന സമയത്ത് കഥകിന്റെ കുറ്റി നശിപ്പിച്ചിട്ട് എങ്ങ് വന്നത് ഓർമ്മയുണ്ടോ? അതിനെ റെഡിയാക്കാതെ എങ്ങനെ കുറ്റിയിടാനാണെന്ന് പീച്ച് ചോദിക്കുമ്പോ അത് കേൾക്കുന്ന ഹോമാവട്ടെ, ശരി ഞാൻ അതിനെ പറ്റി പറയാനല്ല വന്നത്, മറിച്ച് നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെയുള്ള പ്രോപ്പർട്ടി എല്ലാം വിൽക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നീ എന്നെ സഹായിക്കണമെന്ന് ഹോം പറയുമ്പോ, ഞാൻ എന്തിനെ സഹായിക്കണമെന്ന് പീച്ച് ചോദിക്കുമ്പോ, അതെ നിനക്ക് സ്വന്തമായിട്ട് ഒരു വീട് വലിയ ആഗ്രഹമല്ലേ എന്ന് അവിടെയുള്ള അവന്റെ വിഷൻ ബോർഡിലേക്ക് നോക്കി പറയുന്ന ഹോം, എന്നെ സഹായിച്ചാല് നിനക്കും ഗുണം വരും. എനിക്കും വേണ്ടത് കാശാണ്, നിനക്കും വേണ്ടത് കാശാണ്. അതായത് ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഓക്കെ ആണോ എന്ന് അവന് സഹായം ചെയ്തു കൊടുത്താല് പീച്ചിനും ഗുണമുണ്ടെന്ന രീതിയിൽ ഹോം പറയുമ്പോഴേക്കും പീച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയി. എസ് പറയണോ നോ പറയണോ എന്ന രീതിക്ക് അവനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മളൊരു പാഴടഞ്ഞ ഒരു കെട്ടിടമാണ് കാണുന്നത്. ഇവിടെ പ്രേതബാധയുണ്ട്, ആരും അകത്തേക്ക് പോരുതെന്ന രീതിയിൽ വെളിയിൽ ഒരു ബോർഡും ഉണ്ടായിരുന്നു. പക്ഷെ ബോർഡ് ഒക്കെ ആര് മൈൻഡ് ആക്കുന്ന മട്ടില് അകത്ത് ഒരു 3 വിദ്യാർത്ഥികള് ഓജോ ബോർഡ് കളിക്കാനേ ഇരിക്കുകയാണ്. ഇവിടെ പ്രേതമുണ്ട് അകത്ത് പോരുതെന്ന് പറയുന്നിടത്ത് പോയി ഓജോ ബോർഡ് കളിക്കുന്ന ത്രില്ലൊന്നും നോർമലായ ഒരു സ്ഥലത്ത് പോയി ഓജോ ബോർഡ് കളിച്ചാൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ 3 പിള്ളേരും അവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുകയാണ്. ആക്ച്വലി ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ പ്രേതബാധയുള്ള ഒരു ഇടമായി എല്ലാവരും പരിഗണിച്ചു തുടങ്ങിയത്. അങ്ങനെ എന്തായാലും ഇവരിവിടെ ഇരുന്ന് ഓജോ ബോർഡ് ചെയ്യുമ്പോൾ ആദ്യം പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഈ 3 പേരില് ഒരു പയ്യനാണ് വളരെ ധൈര്യത്തോടെ 2 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. കൂടെയുള്ള 2 പേർക്കും അവന്റെ അത്രയും ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും വരാതാവുമ്പോ ശരി ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, നമുക്ക് പോകാന്ന് പറഞ്ഞ് അവന്മാര് പറയുമ്പോഴേക്കും, നമ്മൾ ഇത്രയും ദൂരം വന്നത് രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയാ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കാന്നും പറഞ്ഞു അവൻ വീണ്ടും അവരെ കൊണ്ട് നിർബന്ധിച്ച് ഓജോ ബോർഡ് ചെയ്യിപ്പിക്കുമ്പോഴേക്കും അവിടെ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യം കാണിച്ചുകൊണ്ട് അവിടുത്തെ ആ ഓജോ ബോർഡിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് അനങ്ങാനായി തുടങ്ങുന്നു. ആദ്യം പതിയെ അനങ്ങിക്കൊണ്ടിരുന്ന ഗ്ലാസ് വളരെ സ്പീഡിൽ അനങ്ങുമ്പോഴേക്കും ഇവർ പേടിച്ച് കൈയെടുക്കുന്നുണ്ട്. അപ്പോഴും ആ ഒരു ഗ്ലാസ് തനിയെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആ 2 കൂട്ടുകാര് അലമുറയിടുന്നുണ്ട്. ആദ്യമേ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ അപ്പൊ ആരും കേട്ടില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവന്മാരാകെ ടെൻഷൻ ആവുമ്പോഴേക്കും ആ സമയത്താണ് ഇവരെ വിളിച്ചോണ്ട് വന്ന ആ ഒരു പയ്യൻ തലയിൽ എന്തോ വിഗ് വെച്ച് കണക്ക് ഇരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. എടാ ചുമ്മാ കളിക്കല്ലേ, പേടിയായിട്ട് വയ്യ, നമുക്ക് പോവാന്ന് പറഞ്ഞ് കൂട്ടുകാർ വിളിക്കുമ്പോഴേക്കും അവന്റെ കണ്ണൊക്കെ പ്രേതത്തെ കണക്ക് മാറിയിരിക്കുന്നത് അവർക്ക് കാണാം. ഇത് മുന്നേ വിഗ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തോ ഒരു ഫാക്ടറി ആയിരുന്നു. ഇവിടെയാണ് ഒരു പെൺകുട്ടി മരണപ്പെട്ടത്. ആ പെൺകുട്ടിയുടെ പ്രേതമാണ് ഇപ്പൊ അവരുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവർ ആകെ പേടിച്ചു പോകുന്നു. ഇവർക്ക് എന്താണ് ശേഷം സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും പീച്ചിനെയും ഹോമിനെയും കാണുമ്പോഴേക്കും തന്റെ കൂടെ നിന്നാല് പീച്ചിന് ഗുണമുണ്ടാകുമെന്ന രീതിയിൽ ഹോം വെച്ച ഓഫറിന് എന്ത് പറയണമെന്ന് ആലോചിച്ച ശേഷം പീച്ച്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോ, നിനക്ക് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ എന്താ, നിന്റെ ആവശ്യങ്ങൾ നടക്കും എന്റെ ആവശ്യങ്ങൾ നടക്കും. നിനക്ക് പ്രേതത്തിനെ ഓടിക്കാൻ നന്നായിട്ട് അറിയാമെന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അതുകൊണ്ട് തന്നെ നിനക്ക് ഇതിന് പറ്റുന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു ഓഫർ തരുന്നതെന്ന് ഹോം പറയുമ്പോ ഹോമിന്റെ ഒരു പെരുമാറ്റ രീതി ഒന്നും തന്നെ പീച്ചിന് ഇഷ്ടമേ അല്ല. ഹോം വളരെ റൂഡായി പെരുമാറുന്ന ഒരാളാണ് എന്നാണ് പീച്ചിന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പീച്ച് കിടക്കുന്ന ബെഡിലൊക്കെ ചവിട്ടി ഹോം ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരാൾ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി പെരുമാറില്ല. പീച്ച് അങ്ങനെ പെരുമാറുന്ന ഒരാളും അല്ല. അതുകൊണ്ട് തന്നെ ഹോമിന്റെ ഈ പെരുമാറ്റമൊന്നും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര കാശ് തരാന്ന് പറഞ്ഞാലും ഹോമിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു പീച്ചിന്റെ മറുപടി. ഈ സമയത്ത് ഈ സംസാരമൊക്കെ കേട്ട് ബാത്റൂമിൽ ഉണ്ടായിരുന്ന പാങ് ഇറങ്ങി വരുന്നു. അല്ല കാശ് തരാന്ന് പറയുന്ന കേട്ടു, എത്ര കാശ് തരുമെന്ന് പാങ് ചോദിക്കുമ്പോ അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നെ പറയാം, എന്തേലും നിങ്ങൾക്ക് നിരാശ വരാത്ത നല്ലൊരു തുക തന്നെ ഞാൻ തരുമെന്ന് പറയുന്ന ഹോമാവട്ടെ, എനിക്ക് ഒരു ട്രയൽ നോക്കണം. അതിനായിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് എന്റെ കൂടെ വരുന്ന നിങ്ങൾ ഈ പ്രേതത്തിനെ ഓടിക്കുന്നത് അവിടെ ഒന്ന് ഫ്രീ ആയി എന്റെ മുന്നിൽ ഒന്ന് ചെയ്ത് കാണിക്കണം. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷൻസുമായി നമുക്ക് മുന്നോട്ട് പോകാന്ന് ഹോം പറയുമ്പോ, ഇതൊന്നും ശരിയാവില്ല, ആദ്യം നമുക്ക് കാശ് തരാന്ന് പറഞ്ഞവൻ ഇപ്പൊ ഫ്രീ ആയി നമ്മൾ ഒരു വട്ടം ചെയ്ത് കാണിക്കണമെന്ന് പറയുന്നില്ലേ, ഇതിലൊക്കെ എന്തോ ഉടായ്പുണ്ടെന്നല്ല പീച്ച് ഇത് ഒഴിവാക്കാനേ പറയുമ്പോ, ചേട്ടനിങ് വന്നേ നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു പാങ് പീച്ചിനെ വിളിക്കുന്നു. ചേട്ടനിങ്ങിനെ ഒറ്റയടിക്ക് വേണ്ടാന്ന് പറയില്ലേ, നമുക്ക് കാശിന് ഒരുപാട് ആവശ്യമില്ലേ, ഇതുവഴി നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടിയാൽ അത് നല്ലതല്ലേ, നമ്മൾ ഇനി എത്ര നാൾ ഈ വീട്ടിൽ കഴിയും, ഇതുവരെ ഇതിന് വാടക കൊടുത്തിട്ടില്ല, അതിന്റെ പ്രശ്നങ്ങൾ ഒരു വഴിക്ക്, അതുകൊണ്ട് ഒന്ന് സമ്മതിക്കുന്നു പറഞ്ഞ് പാങ് നിർബന്ധിക്കുമ്പോ പക്ഷേ ഈ ഹോമിന്റെ ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ലാന്ന് പീച്ച് കംപ്ലൈന്റ് പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് കാശ് കിട്ടിയാൽ പോരെന്നല്ല പാങ് പറയുമ്പോഴേക്കും അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേന്ന് ചോദിച്ച് ഹോം അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഡബിൾ ഓക്കെ ആണ്. അത് കേട്ട് പാങ് പറയുമ്പോ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പീച്ച് പറയുന്നുണ്ട്. നിന്റെ സമ്മതം ആർക്ക് വേണം, പാങ് സമ്മതിച്ചാ ഞാൻ ഓക്കെ ആണെന്ന് അതിന്റെ ഇടയിൽ ഹോം പറയുന്നു. കാരണം പാങ് വിചാരിച്ച ആ പീച്ചിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയുമെന്ന് ഹോമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പാങ്ങിനാണെങ്കിൽ ഹോമിന്റെ ഈ ഓഫറിന് 100 വട്ടം സമ്മതമാണ്. കാരണം ഇതുവഴി അവർക്ക് കാശ് കിട്ടിയാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാലോ എന്നതാണ് അവളുടെ കാഴ്ചപ്പാട്. അങ്ങനെ പീച്ച് സമ്മതിച്ചില്ലേലും പീച്ചിനെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിക്കാം എന്ന രീതിക്ക് പാങ്ങും ഇവരെ കൊണ്ട് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന രീതിക്ക്
സൈഡിലേക്ക് ഹോമും അങ്ങനെ നിൽക്കാണ്. ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് പാങ് പീച്ചിനെയും കൂട്ടി പോകുന്നു. പീച്ചിന് തീരെ താല്പര്യമില്ല, പക്ഷെ പാങ് നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോമിന്റെ കൂടെ അവർ എത്തുന്നത് ഹോമിന്റെ ഫാമിലിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വിഗ് ഫാക്ടറിയാണ്. മുന്നിത് മുത്തശ്ശന്റെ ഉടമസ്ഥതയിലാണെങ്കിൽ ഇപ്പോൾ മുത്തശ്ശന്റെ മരണശേഷം ഇത് ഹോമിന്റെ ഉടമസ്ഥതയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് പീച്ച് പാങ്ങിനെ പിന്തിരിപ്പിക്കാനായി ആവുന്നത് നോക്കുന്നുണ്ടെങ്കിലും പാങ് കേൾക്കുന്നില്ല. വാന്ന് പറഞ്ഞ് അകത്തേക്ക് തന്നെ കൊണ്ടുവന്നു. ഇവർ വരുന്നതിന് മുന്നേ ഓൾറെഡി അവിടെ ക്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നതെന്ന് പങ്ക്ച്വാലിറ്റി തീരെ ഇല്ലാന്ന് ദേഷ്യപ്പെടുന്ന ക്യാൻ ആകട്ടെ ഈ ഒരു ഫാക്ടറി പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു വിഗ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇവിടെ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കിയ വിഗ് തന്നെ തലയിൽ വെച്ച് വളരെ വിയേർഡായ രീതിയിൽ മരിക്കുന്ന ദിവസം അവൾ പെരുമാറിയിരുന്നു. അതുകൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും അവളുടെ മരണശേഷം ഇവിടെ ആരും തന്നെ ജോലി ചെയ്തിട്ടില്ല. അവളുടെ ആത്മാവ് ഇവിടെയുള്ളവരെ വേട്ടയാടുന്നു എന്ന രീതിയിൽ ഇവിടെ ജോലിക്ക് വരാൻ തന്നെ പേടിച്ച് അങ്ങനെ ആളുകൾ വരാതായി. തുടർന്ന് ഈ ഒരു ഫാക്ടറിയും പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയെ ആയി എന്നൊക്കെ ക്യാൻ പറയുന്നുണ്ട്. ഇവിടെ പ്രേതബാധയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് കൊണ്ടാണ് ഫാക്ടറി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തത്. ഇവിടുത്തെ പ്രേതത്തെ ഒഴിപ്പിച്ച് ഇവിടെ പ്രേതബാധ ഇല്ലെന്ന് പ്രൂവ് ചെയ്താൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ലൊരു ബിസിനസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ക്യാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രേതത്തെ ഒഴിപ്പിക്കാനാണ് പീച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് മനസ്സിലാക്കുന്നവൻ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. മുന്നേ ആ വീട്ടില് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അത് പോയിന്നും പറഞ്ഞ് എല്ലായിടത്തും എനിക്കതിനെ സാധിക്കണമെന്നില്ല. അറിയാലോ, ഞാനൊരു പ്രേതം ഒഴിപ്പിക്കൽക്കാരനൊന്നും അല്ലെന്നല്ല പീച്ച് പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പാങ് നിർബന്ധിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആരോ അങ്ങോട്ടേക്ക് എത്തുന്നു. പെട്ടെന്ന് പേടിക്കുന്ന പീച്ച് അയാളുടെ മൂക്ക് ഇടിച്ചു പൊളിക്കുന്നുണ്ട്. പിന്നീടാണ് അതൊരു പ്രേതമല്ല മനുഷ്യനാണെന്നത് അവന് ബോധ്യമാവുന്നത്. അയാൾ ഈ ഒരു ഫാക്ടറിയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ്. അയാളോട് ചെന്ന് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ അയാൾ ആദ്യം പറയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് ആ മരണപ്പെട്ട പെൺകുട്ടിയെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറയാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാളാകട്ടെ ആ പെൺകുട്ടി ഇവിടുത്തെ ഒരു സ്റ്റാഫ് ആയിരുന്നല്ലോ. ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ അവിടെ എന്തൊക്കെയോ മോഷണം കാര്യങ്ങളൊക്കെ ചെയ്ത് ഫാക്ടറിയിൽ പിടിക്കപ്പെട്ടതാണ്. എന്നിരുന്നാലും കരഞ്ഞ കാല് പിടിച്ചപ്പോൾ അവൾക്ക് വീണ്ടും അവിടെ ജോലി കൊടുത്ത് കൂടെ നിർത്തിയിരുന്നു. ആ ഒരു സംഭവങ്ങൾക്ക് ശേഷം അധികം വൈകാതെ അവൾ മരിക്കായിരുന്നു. അതിനുശേഷം അവളുടെ പ്രേതം ഉണ്ടെന്നും പറഞ്ഞ് ഫാക്ടറി പൂട്ടി കെട്ടിപ്പോയിന്നൊക്കെ അയാൾ പറയുമ്പോഴേക്കും അവൾ ജീവിച്ചിരുന്നപ്പോഴേ എന്റെ മുത്തശ്ശന്റെ ഫാക്ടറി മുടിപ്പിക്കാൻ നോക്കിയവളാ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞും അവളെ കൊണ്ട് ഫാക്ടറിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ എന്നാണ് ഹോം ചിന്തിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും മുന്നേ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് പ്രേതത്തെ പറഞ്ഞു വിട്ടകണക്ക് തന്നെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാനായി കൊടുക്കാം തീരുമാനിക്കുന്ന പീച്ച് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി ആ സാൻഡ്വിച്ചുമായി ആ ഒരു വിഗ് ഫാക്ടറിയിലേക്ക് ചെന്ന് അവിടെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് പ്രേതത്തെ വിളിക്കാണ്. അങ്ങനെ കൂടെ നിൽക്കുന്ന ഹോമിനോ പാങ്ങിനോ പ്രേതത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് പീച്ച് പേടിച്ച് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് പ്രേതം വന്നു എന്നും പാങ് മനസ്സിലാക്കാണ്. ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാതെ അതിനോട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ, എങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുന്ന അവൾ പറയുമ്പോഴേക്കും അതായത് ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യും, നിന്നെ ഇവിടെ വിളിച്ചോണ്ടോ നീ പ്രേതത്തിന് എങ്ങനെയും പറഞ്ഞു വിടാൻ, അല്ലാതെ അതിനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്ത് അതിനെ കണ്ട് നീ പേടിച്ച് വരച്ച് നിൽക്കാനല്ലാന്ന് ഹോമും ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ പീച്ചാകട്ടെ പ്രേതത്തോട് തൊഴുതുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടാത്ത കണക്ക് അത്രയും നേരം കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാൻഡ്വിച്ച് തറയിലേക്ക് ഇടുകയും ഇവരെ നോക്കി ആ ഒരു പ്രേതം ആക്രോശിക്കുകയും ചെയ്യുന്നു. അതിന്റെ ആ ഒരു ഭയാനകമായ രൂപം കണ്ട് പേടിച്ചു പോകുന്ന പീച്ച് അവരും കൂട്ടി ഇവിടെ നിന്ന് ഓടാനേ ഒരുങ്ങുമ്പോഴേക്കും ഇവർക്ക് ഓടാൻ പറ്റുന്ന രീതിയിൽ ഡോറ് ലോക്കായി പോകുന്നുണ്ട്. ക്യാൻ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ ഫോൺ ചെയ്യാനായി പുറത്തു പോയിരുന്നു. അവൾക്ക് ഈ പ്രേതത്തിനെ ഓടിക്കുന്ന ഈ ചടങ്ങിലും കാര്യങ്ങളിലും ഒന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ മാറി നിന്നിരുന്നത്. ഇവര് മൂന്നുപേരും അകത്തും പെട്ടുപോകുന്നു. അങ്ങനെ ഇവരകത്ത് കിടന്ന് തട്ടുന്ന ശബ്ദം എന്തായാലും പുറത്തുള്ള ക്യാൻ കേട്ട് നിങ്ങൾ എന്തിനാ വെറുതെ കഥകി തട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ പ്രേതകത്ത് ലോക്ക് ചെയ്തു തുറക്കുന്നു പറയുമ്പോൾ അകത്ത് നല്ല കുറ്റിയിട്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുന്ന ക്യാനായിട്ട് എന്തായാലും പ്രേതത്തെ കാണാനും സംസാരിക്കാനോ അല്ലേ നിങ്ങൾ ഇവിടെ വന്നത്, അപ്പൊ പിന്നെ നൈസായിട്ടിരുന്ന് സംസാരിക്കാനേ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പറയുന്നുണ്ട്. ഓ നീ വെളിയിൽ നിൽക്കുന്നതിന്റെ അഹങ്കാരമായിരിക്കും അല്ലേ നിനക്കെന്നും പറഞ്ഞ് ഇവരകത്ത് കിടന്ന് ടെൻഷൻ ആകുമ്പോഴേക്കും അതൊരു വിഗ് ഫാക്ടറി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മാനിക്കിന്റെ ഒക്കെ തലയുടെ ഭാഗം കുറെ അവിടെ വെച്ചിട്ടുണ്ട് ഈ വിഗൊക്കെ സെറ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ. അതൊക്കെ ഇപ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ജീവനുള്ള കണക്ക് ഇവരെ നോക്കുന്ന കണക്ക് തോന്നിയവർ ആകെ പേടിക്കുന്നു. ആ കാഴ്ചയൊക്കെ തന്നെ പാങ്ങിനും ഹോമിനും കാണാം. അതിന്റെ ഇടയിൽ പീച്ച് വീണ്ടും ആ പ്രേതത്തെ കണ്ട് ഒന്നുകൂടെ അലമുറ ഇടുമ്പോഴേക്കും എങ്ങനെയൊക്കെയോ ശക്തിയോടെ വലിച്ചു തുറന്ന് അവർ പുറത്തേക്ക് ഓടുന്നു. ഈ സമയം പ്രേതം അവിടെ നിന്ന് എന്തോ ഒന്ന് ഇവരെ നോക്കി ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഇവര് മൂന്നുപേരും പ്രേതത്തിന്റെ കാര്യത്തിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ക്യാൻ അങ്ങോട്ട് അത്രയും നേരം വെളിയിൽ നിന്നതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്തായി പ്രേതത്തെ ഓടിച്ചോന്ന് ചോദിക്കുമ്പോൾ പ്രേതം ഞങ്ങളെ ഓടിക്കുന്ന കാഴ്ചയാ നീ ഇപ്പൊ കണ്ടത്, ഞങ്ങൾക്ക് അതിനെ ഓടിക്കാൻ പറ്റില്ല എന്ന് പാങ് ആണ് മറുപടിയും പറയുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന ക്യാൻ ചോദിക്കുമ്പോൾ ഹോം ഉടനെ പീച്ചിനോട് ദേഷ്യപ്പെടാണ്. നീ ഉണ്ടാക്കി കൊടുത്ത സാൻഡ്വിച്ച് പ്രേതത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതിങ്ങനെ പെരുമാറിയെന്നൊക്കെ അവൻ പീച്ചിനെ കുറ്റം പറയുമ്പോൾ ഞാനിപ്പോ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്ന ഈ ഒരു ടാസ്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരണം, അതിനുശേഷമുള്ളതിന് ഞാൻ കാശ് തരാമെന്ന് പ്രത്യേകം പറഞ്ഞല്ലേ, ഇനി ഇത് ഫ്രീ ആണെന്നുള്ള കാര്യം കൊണ്ടാണോ നീ ഒരു ആത്മാർത്ഥതയില്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നെല്ലാം ഹോം പീച്ചിനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനാ എന്നെ കൊണ്ടുവന്നത്, എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറ്റില്ല അവൻ അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോൾ ഇത് കാര്യമാക്കണ്ട, ഞാൻ എന്റെ ചേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂട്ടി
കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് പാങ് പിറകെ ഓടുന്നു. പീച്ചിനെ പാങ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ ചെയ്തു നോക്കി, പക്ഷെ ഇത് വർക്കൗട്ട് ആയില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്താണ് സംസാരിക്കേണ്ടതെന്നൊക്കെ പീച്ച് ചോദിക്കുമ്പോൾ എന്തായാലും ചേട്ടൻ ചെയ്തതിന്റെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ അത് മാത്രമായിരിക്കില്ല വേണ്ടത്. നമുക്ക് പ്രേതമായി മാറിയിരിക്കുന്ന പെൺകുട്ടിയെ പറ്റി കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അനിയത്തി പറയുമ്പോൾ, പക്ഷെ നമ്മൾ എങ്ങനെ ആ പെൺകുട്ടിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണെന്നെല്ലാം പീച്ചും ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. പീച്ച് പെട്ടെന്ന് പേടിച്ച് മൂക്കിലിട്ട് പഞ്ച് ചെയ്യുന്നത് അവന്റെ ഒരു ട്രേഡ് മാർക്കാണ്. മുന്നേ അവൻ ബെസ്റ്റിനെ ഇതുപോലെ പഞ്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലും ഇതേ കണക്ക് ഒരാളെ പഞ്ച് ചെയ്തു. ഈ ലേഡിയെ പെട്ടെന്ന് പേടിച്ച് അവൻ പഞ്ച് ചെയ്യാനേ ഒരുങ്ങുന്നുണ്ടെങ്കിലും അനിയത്തി കറക്റ്റ് സമയത്ത് തടുക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഇതേ ടീം പീച്ച് സഹായിച്ചില്ലെങ്കിലും തനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് ഹോം ആകട്ടെ ആ ഉണ്ടാക്കി കൊടുത്ത സാൻഡ്വിച്ച് പ്രേതത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അത് അങ്ങനെ പെരുമാറിയത്. അതിന് ഞാൻ നല്ല കോസ്റ്റ്ലി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, അപ്പൊ അത് ഇവിടെ നിന്ന് പൊക്കോളൂ എന്നുള്ള രീതിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അവിടെ വെക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല. ഒരു ചന്ദ്രത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ പ്രേതം വന്നാൽ അത് പീച്ചിനല്ലേ കാണാൻ സാധിക്കൂ. ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നൊക്കെ വിചാരിച്ച് അവൻ നിൽക്കുമ്പോഴേക്കും പ്രേതത്തിന് എന്റെ ഗോഷ്ടികൾ കണ്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടത് ഈ സ്നാക്സും കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അത് തട്ടിമറിച്ചിട്ട് പ്രേതോടെ പ്രതിഷേധിക്കുമ്പോഴേക്കും ഹോം പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഈ സമയം ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പേരെഴുതിയ എന്തോ ഒരു സാധനം അവിടെ നിന്ന് ക്യാനിന് ലഭിക്കുന്നത് നമുക്ക് കാണാം. അതെന്താ ഏതാ എന്നൊന്നും വ്യക്തമാവുന്നില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.